ഇന്ത്യ ഉപതെരഞ്ഞെടുപ്പിലെ വിജയിച്ചിരി ആർക്കൊപ്പം? നമ്മൾ കണക്കുകളിലേക്ക് വീണ്ടും എത്തുമ്പോൾ IDF സ്ഥാനാർത്ഥി CK തോമസ് 1695 വോട്ടുകൾക്ക് ഈ ഇലക്ഷനിൽ ദേവനാഥൻ ട്രസ്റ്റ് കേസ് IDFന് തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇനി IDF കോട്ടകളിലൂടെ കടന്നു പോകുമ്പോൾ IDF മുന്നേറുമോ അതോ വർഷങ്ങളായി IDFന് ഉണ്ടായിരുന്ന നടക്കാവിലെ സീറ്റ് നഷ്ടമാകുമോ? ഇപ്പോൾ കിട്ടിയത് IDFന്റെ കോട്ടയായ അന്നൂരിൽ സേഫ് സ്ഥാനാർത്ഥി അരുന്ധതി ദാസ് ലീഡിലേക്ക് 36,816 വോട്ടുകളുമായി സേഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അരുന്ധതി ദാസ്, 33,215 വോട്ടുകളുമായി IDF സ്ഥാനാർത്ഥി CK തോമസ്, 24,747 വോട്ടുകളുമായി നിഷാന്ത് നായർ. ഇപ്പോൾ അരുന്ധതി ദാസ് 3,601 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇനി ചിറ്റണ്ടയും വെൺമണിയും എണ്ണാനുണ്ട്. ഇത് IDFന്റെ ഉറച്ച കോട്ടയാണ്. അവിടെ നടക്കാവ് നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരുന്ധതി ദാസ് എതിർ സ്ഥാനാർത്ഥി നിഷാന്ത് നായരെക്കാൾ 24,310 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. IDFന്റെ കുത്തകയായിരുന്ന നടക്കാവിൽ ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. നടക്കാവ് നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായ എല്ലാ വോട്ടർമാർക്കും നന്ദി. ഇതൊരു ചരിത്ര വിജയമാണ്, സാധാരണക്കാരുടെ വിജയം. പാർട്ടികൾക്ക് അതീതമായി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ തിരഞ്ഞെടുത്തതിന് നിങ്ങളോട് നന്ദി പറയണം. അതൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു, അയാളുടെ പൂർവ്വകാലം ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കി കണ്ണടച്ച് വിശ്വസിച്ച് വിജയിപ്പിച്ചതിന് നിങ്ങളോട് ദേഷ്യപ്പെടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോഴും ജനങ്ങൾ അയാളിൽ കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട്. ഓരോ പൗരനും ജന്മാവകാശമായി ലഭിച്ച നീതിയും ന്യായവും സംരക്ഷിക്കപ്പെടും. അത് കാത്തു സൂക്ഷിക്കാൻ നിലകൊള്ളുന്നവരാണ് ജനപ്രതിനിധികൾ. എന്നാൽ എൻ്റെ ഈ വിക്ടറി സ്പീച്ചിൽ ഒരു 10-14 കൊല്ലം പിറകിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദി ഇതിനായി തിരഞ്ഞെടുത്തതും. ഇതേ കോളേജ് ക്യാമ്പസിൽ കോളേജ് ഡേക്ക് ഒരു 19 വയസ്സുകാരി അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആ കോറിഡോറിലൂടെ പറന്നു പോയി, ആരോടും പറയാതെ.